ഈ ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള PSC 2024 ഡിസംബറിൽ പുറപ്പെടുവിപ്പിച്ച യൂണിഫോം തസ്തികയിലേക്കുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എക്സാമുകളെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകളെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ, WCPO, ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത് പോക്സോ ആക്ട് ആയിരുന്നു. 2 മാർക്ക് നമുക്ക് കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മൾ എത്തിയത് രണ്ടാമത്തെ 2 മാർക്കിന്റെ ഭാഗമായ IT ആക്ടിലേക്കാണ്. ഈ IT ആക്ട് പോലീസിനുണ്ട്, പോലീസ് ഡ്രൈവറിനുണ്ട്, ഫയർമാനുണ്ട്, ഫയർമാൻ ഡ്രൈവർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സിലബസിന് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IT ആക്ടിന്റെ ഒരു ഭാഗം നോക്കിയിരുന്നു. ഹാക്കിംഗ് എന്ന് പറയുന്ന ഭാഗം വരെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ IT ആക്ടിന്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം സൂരജാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ആദ്യത്തെ വകുപ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. സെക്ഷൻ 66A. എന്താണ് സെക്ഷൻ 66A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശയവിനിമയ സേവനത്തിലൂടെ ആശയവിനിമയ സേവനത്തിലൂടെ ഒരാളെ അപമാനകരമാകുന്ന അല്ലെങ്കിൽ ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള ആശയവിനിമയ സേവനത്തിലൂടെ ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 66A. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, സോഷ്യൽ മീഡിയകൾ വഴിയോ ഇന്റർനെറ്റിന്റെ മറ്റേതെങ്കിലും സംവിധാനം വഴിയോ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ നമ്മൾ നൽകി കഴിഞ്ഞാൽ അത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 66A എന്ന് ഓർത്തിരിക്കുക. ഈ കുറ്റം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നു. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ ഒരുമിച്ചും ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് IT ആക്ടിൽ 66A പ്രതിപാദിച്ചിരിക്കുന്ന ശിക്ഷ എന്നും ഓർത്തിരിക്കുക. എന്നാൽ 2015 മാർച്ച് മാസം 24-ാം തീയതി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വകുപ്പ് IT ആക്ടിലെ 66A എന്ന് പറയുന്ന വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം എന്ത് ചെയ്തു. സുപ്രീം കോടതി 66A എന്ന് പറയുന്ന വകുപ്പ് റദ്ദാക്കി. കാരണം നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, നമ്മുടെ ആശയങ്ങൾ പുറത്തു പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെതിരാണ് ഈ വകുപ്പ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത്, ഈ ഒരു വകുപ്പ് ക്യാൻസൽ ആക്കാൻ നിർദ്ദേശിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം, അടുത്ത വകുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സെക്ഷൻ 66B വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ശിക്ഷാ നടപടികൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിട്ടത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 66B. മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നമ്മൾ വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് ഏതെന്ന് പറയുന്നത് 66B. ഓക്കെ ആണല്ലോ. എന്താണ്, ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് വന്ന എന്തെങ്കിലും ഒരു സാധനം, ഇലക്ട്രോണിക് ഉപകരണം, കമ്പ്യൂട്ടറോ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അത് അവൻ മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് 66B. ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് പഠിച്ചോളാം. ഈ കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന ശിക്ഷയാണ് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും ലഭിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് നോക്കിയോണം. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവ രണ്ടും ഒരുമിച്ച് നൽകുകയും ചെയ്യുന്നു IT ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം. മനസ്സിലായേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ശിക്ഷ നിങ്ങൾ മറന്നു പോകരുത്, വകുപ്പും മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. 2ാമത്തെ വകുപ്പ് നോക്കാം. 66C ആണ്.
പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. നമ്മൾ പേഴ്സണൽ ആയിട്ട് വെച്ചിരിക്കുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാസ്വേഡ്, യൂസർ ഐ ഡി, അങ്ങനെയുള്ള എന്തെങ്കിലും വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുന്നു, നമ്മളുടെ അനുവാദമില്ലാതെ അയാൾ മോഷ്ടിക്കുകയാണെങ്കിൽ അങ്ങനെ മോഷ്ടിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66C എന്ന് ഓർത്തു വെച്ചിരിക്കുക. നോക്കിയേ, മറ്റൊരു വ്യക്തിയുടെ യൂസർ ഐ ഡി, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡ് തുടങ്ങിയ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മോഷണം നടത്തുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് 66C. ഇതിനുള്ള ശിക്ഷാ നടപടി എന്താണെന്ന് നോക്കാം. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന ഓക്കെ, വളരെ വൃത്തിയായിട്ട് അത് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഏതെന്ന് പറയുന്നത് 66C. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ? വൃത്തിയായിട്ട് അത് ഉള്ളിൽ വെച്ചേക്കണം. ഒന്നുകൂടെ പറയാം, 66C ആണ് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്. എന്ത് ചെയ്തിരിക്കുന്നു, രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും മോഷ്ടിക്കുന്നു, നമ്മുടെ പാസ്വേഡ്, യൂസർ ഐ ഡി, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡിന്റെ പാസ്വേഡ്, അങ്ങനെ നമുക്ക് മാത്രം അറിയാൻ, നമ്മൾ മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ മറ്റൊരാൾ മോഷ്ടിക്കുന്നു, നമ്മുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ആണ് ഇവിടുത്തെ ശിക്ഷ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. 66D ആണ്. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനപ്പെടുത്തുന്നതും സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും വ്യാജ ഫോൺ കോളുകൾ നടത്തുന്നതും മറ്റൊരാളെ കബളിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് 66D. അതായത് ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. സോഷ്യൽ മീഡിയകളിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി പലരെയും പറ്റിക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു വ്യക്തികളെ അപമാനിക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫോൺ കോളുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, മറ്റു ചിലരെ പറ്റിക്കുക, കബളിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന IT ആക്ടിലെ വകുപ്പാണ് ഏതെന്ന് പറയുന്നത് 66D. ഓക്കെ ആണല്ലോ? 66D എന്താണെന്ന് മനസ്സിലായി. ഇതിന്റെ ശിക്ഷ പറയുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഫോൺ എടുത്ത് മറ്റൊരാളെ കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു വാർണിംഗ് നമുക്ക് തരുന്നുണ്ട് അല്ലെ? മറ്റ് ആരെങ്കിലും നമ്മളെ വിളിച്ച് അല്ലെ, സൈബർ കുറ്റവാളികൾ നമ്മളെ വിളിച്ച് നമ്മുടെ സമ്പാദ്യം ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ് നമുക്കൊരു വാർണിംഗ് നൽകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, ബന്ധപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്കൊരു വാർണിംഗ് നമുക്ക് കോൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് തരുന്നുണ്ട്. അത് 66Dയുടെയാണ്. സൈബർ കുറ്റവാളികൾ എന്ന് തന്നെ പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, 66D. വ്യാജ കോളുകൾ, സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ, വ്യാജ അക്കൗണ്ടുകൾ എന്നിവയൊക്കെ വരുന്നത് എവിടെയാണ്? 66Dയിലാണ്. മറ്റൊരാളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്ത് അയാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം 66D ആണ്. ശിക്ഷ നോക്കിയേ, 3 വർഷം വരെ തടവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് പറയുന്നു. ഇനി അടുത്ത വകുപ്പ് നോക്കാം. സെക്ഷൻ 66E ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. നോക്കിയേ, പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കൽ എന്ന് പറയും അല്ലെ? സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 66E. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ അത് ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ശിക്ഷ IT ആക്ടിലെ വകുപ്പാണ് 66E എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നോക്ക്, ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുന്നു, അയാളുടെ വീഡിയോ എടുക്കുന്നു, അത് എവിടെ പബ്ലിഷ് ചെയ്യുന്നു? ഇന്റർനെറ്റ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകൃത്യമാണെന്ന് പറയുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയുക 66E ആണെന്ന്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും? അപ്പോൾ പറയുന്നത് കണ്ടിട്ടില്ലേ?
ഞാൻ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി കുഞ്ഞിന്റെ ഫോട്ടോ ഞാനൊന്ന് എടുത്തോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അല്ലെ. അങ്ങനെ അനുവാദമില്ലാതെ ഒരാളുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ അത് ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത ആൾക്ക് കൊടുക്കുന്ന ശിക്ഷ 66 ഈ പ്രകാരം നോക്കിയേ, 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയുമാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ശിക്ഷ മാറിയിട്ടുണ്ട്. നോക്ക് എവിടെ വന്നിരിക്കുന്നു, നമ്മൾ മുമ്പേ എല്ലാം പഠിച്ചത് 1 ലക്ഷം രൂപയെന്നാണ്. ഇവിടെ വന്നപ്പോൾ അതെന്തായി, 2 ലക്ഷം രൂപയായിട്ട് പിഴ മാറി. അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നു. അപ്പോൾ സെക്ഷൻ 66 വന്നപ്പോഴത്തേക്ക് ശിക്ഷയിൽ മാറ്റമുണ്ടായി. ശിക്ഷയുടെ മാറ്റം 3 വർഷം വരെ തടവാണെങ്കിൽ പിഴ എത്രയിലേക്ക് മാറിയിട്ടുണ്ട്, 2 ലക്ഷം രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് ഇത് നോക്കി വെച്ചിരിക്കണം, ഈ ശിക്ഷാ നടപടികൾ നോക്കി വെച്ചിരിക്കണം. നമുക്ക് നോക്കാം, സെക്ഷൻ 66F ആണ് സൈബർ ടെററിസം. ഓക്കെ, സൈബർ ടെററിസം നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ ജനറൽ എക്സാമുകൾക്കും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു IT ആക്ടിലെ 66F എന്തിനെ സൂചിപ്പിക്കുന്നു എന്നത്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത് 66F. നമുക്ക് നോക്കാം എന്താണ് 66F പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ഏതെങ്കിലും വിധത്തിൽ ഹനിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ ഇന്റർനെറ്റ് വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഭീകരവാദം നടത്തുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു. അതായത് ഇന്റർനെറ്റ് വഴി എന്ന് നടത്തുക, ഭീകരവാദം നടത്തുക, രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷ എന്നിവയെ ലംഘിക്കുന്ന രീതിയിൽ, എന്നിവയ്ക്ക് വെല്ലുവിളി വരുത്തുന്ന രീതിയിൽ സൈബർ ഇടം ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു. ഈ കുറ്റത്തെ എന്ത് പേരിൽ വിളിക്കുന്നു, സൈബർ ടെററിസം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ആ വകുപ്പാണ് സെക്ഷൻ 66F എന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായതുകൊണ്ട് തന്നെ ഇതിന്റെ ശിക്ഷാ നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിന് എടുക്കാവുന്ന നടപടിക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തിൽ പറയുന്ന കാര്യങ്ങളെന്ന്. സെക്ഷൻ 66F പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലായല്ലോ. 66F അത്രമാത്രം ഗൗരവകരമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ അതിന് കിട്ടാവുന്ന ശിക്ഷ നോക്കിയേ, എന്താണ്, ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്നു. പിന്നെ വാറന്റ് കൂടാതെ കുറ്റം ചെയ്യുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ കുറ്റം ചെയ്യുന്ന സൈബർ ടെററിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ചെയ്തു എങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, വാറന്റ് കൂടാതെ തന്നെ ഈ ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അനുവാദമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ IPC-ലേക്കൊക്കെ വരുമ്പോഴേ അപ്പോൾ അവിടെ നമ്മൾ പറയും എന്താണ് ഈ വാറന്റ് എന്ന ഉള്ള കാര്യം, കൊഗനൈസബിളും നോൺ കൊഗനൈസബിൾ കേസ് ഒക്കെ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഈ വാറന്റ് കൂടാതെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വാറന്റ് കൂടാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 66F. ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നില്ല, ജാമ്യവും ലഭിക്കുന്നില്ല. ഈ ഒരു സെക്ഷൻ 66F എന്ത് ലഭിക്കുന്നില്ല, ജാമ്യം ലഭിക്കുന്നതല്ല എന്നും പറയുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സൈബർ ടെററിസം 66F ആണ്. സൈബർ ടെററിസം എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണ്. കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കുന്നു. കൂടാതെ പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശിക്ഷയാണ്. പിന്നെയും പറയുന്നു ഇത് ജാമ്യമില്ല വകുപ്പ് ആണ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ IT ആക്ടിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കവർ ചെയ്ത് കഴിഞ്ഞത്. IT ആക്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഈ ഭാഗം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. എല്ലാ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആകെ 2 മാർക്കിന് ചോദ്യമാണെങ്കിലും ഈ ഒരു ഭാഗം എന്ത് ചെയ്യത്തില്ല, ഒഴിവാക്കത്തില്ല. അപ്പോൾ ശിക്ഷാ നടപടികൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ IT ആക്ടിന്റെ ബാക്കി ഭാഗവുമായിട്ട് എത്തുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാവുന്നതാണ്.